ഹായ് ഹലോ മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കുക. ഇന്നത്തെ 10ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നയന വളരെ വിഷമത്തോടെ ആദർശം റൂമിലേക്ക് വരികയായിരുന്നു. നയന ഇങ്ങനെ പറയുകയുണ്ടായി, ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ അനാമികയാണെന്നും എന്നാണ് അമ്മ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ പറയുകയുണ്ടായി. എന്നെ മരുമകളായിട്ടൊന്നും കാണുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ വരികയായിരുന്നു. അപ്പോൾ ആദർശ് പറയുകയുണ്ടായി, ആര് പറഞ്ഞു നിന്നെ മരുമകളായിട്ട് കണ്ടിട്ടില്ല എന്ന്? നീ അമ്മ അല്ലാതെ മറ്റാരെങ്കിലും നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചോ? നയന പറഞ്ഞു, ഇല്ല. അങ്ങനെയെങ്കിൽ അത് നീ മൈൻഡാക്കേണ്ട. ഏറ്റവും കൂടുതൽ താലി കെട്ടി വരുന്ന പെണ്ണിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ അരികിൽ നിന്നാണ്. അപ്പം ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ എനിക്കത് മതി, ആദർശേട്ടൻ്റെ മനസ്സിലൊരു കോണിൽ ഞാൻ ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് മുത്തശ്ശന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയല്ല, എനിക്കും ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നീ കുറച്ച് ദുഷ്ടയാണ്. നീ വീട്ടിലേക്ക് പോയപ്പോൾ മുത്തശ്ശന് വന്ന് പറഞ്ഞിട്ടും ഒന്നും നീ തിരിച്ചു വന്നില്ലല്ലോ. ഞാൻ തന്നെ നിന്നെ വിളിച്ചു കൂട്ടി വരേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുകയുണ്ടായി, അത് ആദർശേട്ടൻ മുത്തശ്ശനും വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് എന്ന് ആദർശ് തുറന്നു പറയുകയുണ്ടായി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ആദർശ് അതൊക്കെ ഇവിടെന്ന് പറഞ്ഞ് ഫോണിൽ തൻ്റെ ഇൻ്റർവ്യൂ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നയനയുടെ കുടുംബം എന്ന് പറഞ്ഞാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനയെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതിനിടെ മേക്കപ്പ് നല്ല തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. പെണ്ണുങ്ങന്മാരൊക്കെ കൂട്ടമായി ഇരുന്ന് നല്ല മേക്കപ്പൊക്കെ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നയനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു ജലജയും ദേവയാനിയും. അപ്പോൾ അവിടെ അനാമിക പറയുന്നുണ്ടായി, ഞാൻ ഷോപ്പിങ്ങിനൊന്നും ഞാൻ വരുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ജ്വല്ലറിയൊക്കെ സെലക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് പറയുമ്പോൾ ഡിസൈനൊക്കെ അറിയാവുന്ന ഏട്ടത്തി ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത് പറയുമ്പോൾ ദേവയാനി പറയുകയുണ്ടായി, ആ ഡിസൈനൊക്കെ അറിയാവുന്ന ജോലിക്കാരി എന്ന് പറ മോളെ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഒന്നല്ല 3 ജോലിക്കാരി എന്ന് പറയുമ്പോൾ നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്ന് പറയുകയും നയന ഉടൻ തന്നെ 3 അല്ല 4 എന്ന് പറയുമ്പോൾ അതാരാടി 4 എന്ന് പറയുമ്പോൾ നിങ്ങളും കൂട്ടിയാൽ 4 ആയില്ലേ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ തമ്മിലിങ്ങനെ സംസാരിച്ച് ഒരുപാട് നയനെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു ജലജയും ദേവയാനിയും. ഇതൊക്കെ കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു അനാമിക. ശേഷം തുടർന്ന് കാണിക്കുന്നത് ആണുങ്ങന്മാരൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ജയൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശിനോട്. അപ്പോൾ അതൊന്നും നടക്കില്ല, മുത്തശ്ശൻ അതൊന്നും എന്തായാലും സമ്മതിക്കില്ല എന്ന് പറയുകയും മുത്തശ്ശൻ അപ്പോൾ അവിടേക്ക് എത്തുകയും എന്താണ് ചർച്ച എന്ന് പറയുമ്പോൾ അത് ആദർശ് പറയുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാമെന്ന്. ജയൻ ആദർശിൻ്റെ തലയിൽ അത് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല ഞങ്ങൾക്കായിരിക്കും പാചകം അങ്ങനെ വശയില്ലല്ലോ എന്നൊക്കെ പറയുകയും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഞാനാണ് വാക്ക് കൊടുത്തത്, ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല, ഇന്ന് പെണ്ണുങ്ങന്മാർക്ക് റെസ്റ്റാണ്, മാസത്തിൽ 1 തവണയെങ്കിലും ഇങ്ങനെ ആണുങ്ങൾ കിച്ചണിലേക്ക് ഇറങ്ങണമെന്നും അവരുടെ ജോലി മനസ്സിലാക്കണമെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേ നിലയിലേക്കാണ് ഇനിയുള്ള കാലം വളരുന്നതെന്നും അതുകൊണ്ട് ഇതൊക്കെ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ദിവസം തുടക്കലും അടിക്കലും ഒക്കെ അതും ചെയ്യണം എന്ന് പറയുമ്പോൾ ആദർശ് അതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനും അതിൻ്റെതായ വിഷമങ്ങളുണ്ടെന്നും നടുവൊടിയുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് മുണ്ടും ബനിയനും തോർത്തും ഒക്കെ ഇട്ട് ആണുങ്ങന്മാരൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ അനിയോട് ആദർശമല്ലേ പറയുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്ന് അനിയോട് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, ഈ സെൻട്രൽ ജയിൽ പോലത്തെ മതിൽ ചാടി എങ്ങനെ വാങ്ങിക്കാനോ, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അവർ അടുക്കളയിലേക്ക് കയറുമ്പോൾ
അവർ അടുക്കളയിലേക്ക് കയറുകയും അവിടെ മുത്തശ്ശൻ സവാള അരിയുകയായിരുന്നു. അങ്ങനെ ആദർശ് മെല്ലെ പോയി എല്ലാവരും ആദർശിനെ പെട്ടെന്ന് തുടങ്ങിക്കോ, ഞങ്ങൾ പച്ചക്കറി മുറിച്ചിടാം, നീ ചേരുവകളൊക്കെ ആയിക്കോ എന്നുള്ള രീതിയിൽ ആദർശിന് തലയിൽ ഇട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആദർശ് മസാലപ്പൊടിയുടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് തപ്പി നോക്കി അബി ഒരു പാത്രം കൊണ്ടുവരുമ്പോൾ അത് മല്ലിപ്പൊടിയല്ലേ എന്ന് ജയൻ പറയുമ്പോൾ അബി ചിരിച്ചു കൊടുക്കുകയും പിന്നീട് അനി അതെടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ മസാലപ്പൊടി കിട്ടിയ ശേഷം പെപ്പർ എവിടെ എന്ന് പറഞ്ഞ് ആദർശ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. നല്ല രസകരമായ എപ്പിസോഡായിരുന്നു.